ദൈവത്തെ മറന്നു ജീവിക്കുന്നവർക്ക് ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും എക്സൽ മീഡിയ ഒരുക്കുന്ന ഇന്നത്തെ ചിന്ത എന്ന ഈ ആത്മീക ശുശ്രൂഷയിലേക്ക് സ്വാഗതം. വേദപുസ്തകത്തിന്റെ 1-ാം പുസ്തകം തുടങ്ങി ഇങ്ങനെ ഒരടുക്കിന് പഠിച്ചു വരികയാണ്. നമ്മൾ ഈ ആണ്ടിന്റെ ആരംഭ സമയത്തിലാണ്. ആദ്യം തന്നെ എല്ലാവർക്കും ഞാൻ ഒരു പുതിയ സംവത്സരം ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ പഠനത്തിനായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ബുക്ക് ഓഫ് നഹൂമിന്റെ പ്രവചനം. നഹൂം എന്ന വാക്ക് തന്നെ വളരെ അർത്ഥവത്തായ വാക്കാണ്. ദൈവത്താൽ ആശ്വസിപ്പിക്കപ്പെട്ടവൻ. ആശ്വാസം ആഗ്രഹിക്കാത്തതവരല്ലേ? ഈ ലോക ജീവിതത്തിൽ എന്നും നിരാശയും ഓരോ ദിവസവും അന്നന്നത്തെ പ്രശ്നങ്ങളും. ഇവിടെയാണ് നഹൂം എന്ന പ്രവാചകൻ നമ്മെ ആശ്വസിപ്പിക്കുന്നവനായി വരുന്നത്. എന്നാൽ ഈ പുസ്തകം നാം പഠിക്കുമ്പോൾ ദൈവമക്കൾക്ക് ആശ്വാസമാണ് ലഭിക്കുന്നതെങ്കിലും ദൈവത്തെ മറന്നു ജീവിക്കുന്നവർക്ക് ആശ്വാസമല്ല, ഒരു സ്വസ്ഥതയുണ്ടാകില്ലെന്നാണ് പഠിപ്പിക്കുന്നത്. എന്താണ് നഹൂം പ്രവചനം നമുക്ക് തരുന്ന പാഠം? നഹൂമിന്റെ പ്രവചനം സത്യത്തിൽ വളരെ അടുക്കിന് നാം സമയം കണ്ടെത്തി പഠിക്കണം. വ്യക്തിപരമായി വായിക്കുവാൻ ഞാൻ നിങ്ങളോട് ശുപാർശ ചെയ്യുകയാണ്. ഇതിലെ 1-ാം അധ്യായം ദൈവത്തിന്റെ ശിക്ഷാ നടപടികളുടെ വിശദീകരണങ്ങളാണ്. ആർക്കാണ് ശിക്ഷ ലഭിക്കുന്നത്? നമുക്കറിയാം, പണ്ടൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന സ്കൂൾ ടൈമില് അധ്യാപകന്റെ ശിക്ഷാ നടപടി എന്നും ഭയമുളവാക്കുന്നത്. നമ്മളെ ആ ഫ്രണ്ടിലുള്ള ബോർഡിന്റെ അറ്റത്തൊന്ന് കൈ രണ്ടും കൂട്ടിപ്പിടിപ്പിച്ചിട്ട് പുറകീന്ന് സാറുമാര് തരുന്ന തല്ല് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? മേടിച്ചെത്ര പേരുണ്ട്? പക്ഷെ അത് നമുക്ക് ഗുണമായി. ഇന്നതിന്റെ രീതികൾ മാറി. അധ്യാപകനും വിദ്യാർത്ഥികളും തമ്മിൽ കൂട്ടുകാരെ പോലെയാണ്. അതുകൊണ്ട് ഗുണവും ഉണ്ട്, ദോഷവും. ഓട്ടെ, എന്താണ് ദൈവം ഇവരെ ശിക്ഷിക്കാൻ കാരണം? ദൈവത്തിന്റെ 2 സ്വഭാവങ്ങളാണ് ഈ പുസ്തകത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്. ഞാനത് വായിക്കാം. നഹൂമിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക. യഹോവ ദീർഘക്ഷമയും മഹാശക്തിയുമുള്ളവൻ. അടുത്ത ഭാഗം, അവൻ ഒരിക്കലും ശിക്ഷിക്കാതെ വിടുകയില്ല. അതൊരു പാരഡോക്സ് ആയി തോന്നുന്നുണ്ട്. ഒരു ഭാഗത്ത് ദൈവം ദീർഘക്ഷമയും മഹാശക്തിയുമുള്ളവൻ, മറുഭാഗത്ത് അവിടുന്ന് ശിക്ഷിക്കാതെ വിടാത്തത്. എന്താണ് ഈ വാക്യത്തിന്റെ അർത്ഥം? നമുക്കറിയാം, 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്നത് നിനവയെ കുറിച്ചുള്ള പ്രവാചകൻ. നിനവെ എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയുമായി നമുക്ക് താരതമ്യപ്പെടുത്താം. അന്നത്തെ വലിയൊരു സാമ്രാജ്യ ശക്തിയായിരുന്ന അശൂർ രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയായിരുന്നു നിനവെ. ഈ പട്ടണം അന്നത്തെ കാലത്ത് ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെടേണ്ടതിന് വേണ്ടി ചുറ്റും വലിയ ചുറ്റുമതിലുകൾ ഉണ്ടാക്കിയിരുന്നു. അതിന്റെ വീതി തന്നെ 2-3 വലിയ വാഹനങ്ങൾക്ക് പോകാവുന്ന വീതി ഉണ്ടായിരുന്നു. ആ മതിലുകൾക്കകത്ത് കോട്ടക്കൊത്തളങ്ങൾ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അംഗരക്ഷകരായ ആളുകൾ. ഒരു കാരണവശാലും ആർക്കും നശിപ്പിക്കാൻ പറ്റാത്ത ഒരു രാജ്യമായിരുന്നു, അല്ലെങ്കിൽ ഒരു സ്ഥലമായിരുന്നു നിനവെ എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾക്കറിയാമോ, ഈ കൂറ്റൻ മതിലുള്ളത് കൊണ്ടും അവർക്ക് അവരുടേതായ സ്വന്തം സംരക്ഷണമുള്ളത് കൊണ്ടും സ്വന്തം ഇഷ്ടപ്രകാരമാണ് അവർ ജീവിച്ചത്. അവിടെയുള്ള ആളുകളെ കുറിച്ച് ബൈബിൾ പറയുന്നത് തന്നിഷ്ടക്കാരും കൊലപാതകന്മാരും ഒക്കെയായിരുന്നു. അവർ ദൈവത്തെ മറന്നു ജീവിച്ച സമൂഹമായിരുന്നു. ഈ നഗരത്തോടാണ് പണ്ട്
യോനാ പ്രവാചകനെ, ഏതാണ്ട് നഹൂം എഴുതുന്നതിന് 100 വർഷങ്ങൾക്ക് മുൻപ് യോനാ പ്രവാചകനെ അയക്കുമ്പോൾ അദ്ദേഹം പോകാൻ വിസമ്മതിച്ച സ്ഥലമായിരുന്നു. കാരണം പ്രസംഗിക്കാൻ പോയാൽ തിരിച്ചു വരുന്ന ഒരു ഗ്യാരണ്ടിയില്ല. പക്ഷേ ദൈവം അദ്ദേഹത്തെ അവിടെ അയച്ചു. വലിയ മാറ്റങ്ങൾ ഉണ്ടായി. എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നു, ഒരിക്കലും രക്ഷപ്പെടില്ലെന്ന് പറയുന്ന ദേശത്തെയും ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. ഒരു തലമുറ അതിന് വില കൊടുത്തിരുന്നു. പക്ഷെ ആ ഒരു തലമുറ മാറി പുതിയൊരു തലമുറ വന്നു. അവർ വീണ്ടും ദൈവത്തെ കോപിപ്പിക്കുന്നവരായി മാറി. പക്ഷേ ദൈവത്തിന്റെ ദീർഘക്ഷമയുടെ അളവിന് അവിടെ അവസാനം വരികയും ദൈവത്തോട് മറുത്തു മത്സരിച്ചവരെ ദൈവം നശിപ്പിക്കും എന്ന് അരുളി ചെയ്യുന്നതാണ് ഒന്നാമത്തെ അധ്യായം. അതെങ്ങനെ നശിപ്പിക്കുമെന്ന് 8-ാം വാക്യം മുതൽ ദൈവം പറയുന്നുണ്ട്. കവിഞ്ഞൊഴുകുന്നൊരു പ്രവാഹം കൊണ്ട് ഞാൻ ഈ നഗരത്തെ നശിപ്പിക്കും. അങ്ങനെ സംഭവിച്ചോ? ചരിത്രം പഠിക്കുന്നവർക്കറിയാം. അവരുടെ ആയുധബലങ്ങൾക്കോ കായബലങ്ങൾക്കോ ഒന്നും ദൈവത്തിന്റെ ശിക്ഷാ നടപടിയിൽ നിന്നും രക്ഷപ്പെടാൻ കാരണമായില്ല. അവരെ മുഴുവനും നശിപ്പിച്ചു കളഞ്ഞു. പക്ഷെ അപ്പോഴും ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. ദൈവത്തെ മറക്കുന്നവരെ ദൈവം നശിപ്പിക്കുമ്പോഴും ദൈവത്തെ ഭയപ്പെടുന്നവരോട് ദൈവം തന്റെ കരുണ കാണിക്കും. 1:7 പറയുന്നു, യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവുമാകുന്നു, തങ്ങൾ ആശ്രയിക്കുന്നവരെ. നമുക്കിന്ന് രാവിലെ പ്രാർത്ഥന, ദൈവത്തോട് ചേർന്ന് നിൽക്കണം. തന്നിൽ ആശ്രയിക്കുന്നവരെ അറിയുന്ന ദൈവം നമ്മളോടും കരുണ കാണിക്കും. കർത്താവേ, ഞങ്ങൾ നന്ദി പറയുന്നു. ഈ രാവിലെ ഞങ്ങൾക്ക് നൽകിയ നല്ല സന്ദേശത്തിനായി നന്ദി. യേശു കർത്താവിൻ നാമത്തിൽ. ആമേൻ. God bless you all. Have a blessed day.